മന്ത്രി എം പി രാജടക്കമുള്ള ഒരു മാധ്യമങ്ങൾ കണ്ടപ്പോഴേ പഞ്ചായത്ത് ഭരണത്തിൽ തന്നെ പൂർണ്ണമായി കൂടി പറ്റിമറിക്കുന്നു. പഞ്ചായത്തുകൾക്ക് വേണ്ട ഫണ്ട് പോലും കൊടുക്കുന്നില്ല. സർക്കാർ എല്ലാ വിധത്തിലും പ്രതിരോധത്തിലാക്കാണ് പ്രാദേശിക വികസനം ഇല്ലാതാക്കുന്നു എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നു. ആരാ പറഞ്ഞത്? മുൻ മന്ത്രി രാജേഷ് അല്ലെ? എം പി രാജേഷ് 100% അങ്ങനെ പറയാനുള്ള ഒരു ധാർമ്മികമായ അവകാശമുള്ള ആളാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ അവസാന ഗഡു കൊടുക്കേണ്ടത് LDF ഗവൺമെന്റ് ഇരിക്കുമ്പോഴാണ്. ആ ഗഡു കൊടുക്കാത്ത മന്ത്രിയാണ് ഇപ്പോൾ ഈ ഗവൺമെന്റിനെ കുറിച്ച് ഇങ്ങനെ ആക്ഷേപം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അർഹത ഉണ്ടല്ലോ. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പഞ്ചായത്ത് ഫണ്ടുകൾ ഇതുപോലെ വെട്ടിക്കുറച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. 3ാമത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുത്തില്ല. കഴിഞ്ഞ ഗവൺമെന്റ് ഇറങ്ങിപ്പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട 3ാമത്തെ ഗഡു കൊടുക്കാതെയാണ് ഇറങ്ങിപ്പോയത്. എന്നിട്ടാണ് ഇപ്പോൾ ശ്രീ രാജേഷ് UDFനെ വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് അതിനൊക്കെ ഉള്ള ഒരു അർഹതയും യോഗ്യതയൊക്കെ ഉണ്ട് എന്നുള്ളത് ബോധ്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത്ര അതിനെ കുറിച്ച് പറയുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അല്ല, ഞങ്ങൾ വന്ന് 2 മാസം പൂർത്തീകരിക്കുന്നു. 18-ന് പൂർത്തീകരിച്ച് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് കൊടുക്കാനുള്ള എല്ലാ നടപടിയും ഞാൻ മനസ്സിലാക്കുന്ന 1ാം ഘട്ടം കൊടുത്തു എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 1ാം ഘട്ടം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത 2 ഘട്ടങ്ങളായിട്ട് പിന്നെ കൊടുക്കേണ്ടത് അത് കൊടുക്കും. പരമാവധി നിലവിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തുകളെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് UDFന്റെ നയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതമായത് UDF ഗവൺമെന്റിന്റെ കാലത്ത് കൊടുക്കും. LDF ഗവൺമെന്റിന്റെ കാലത്തുള്ള ഒരു കീഴ്വഴക്കമായിരിക്കില്ല UDFന്റേത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുന്ന നടപടിയായിരിക്കും ഞങ്ങളുടേത്. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പല ചർച്ചകൾ ഇപ്പോൾ KPCC ഭാരവാഹികളൊക്കെ തന്നെ മന്ത്രിമാരൊക്കെയായി KPCCയുടെ പ്രവർത്തനം തന്നെ നിശ്ചലമാകുന്നുള്ള വിമർശനം പലരും പങ്കുവെക്കുന്നുണ്ട്. ഞാൻ KPCC കഴിഞ്ഞ 2 മാസമായിട്ട് KPC പ്രസിഡന്റ് മന്ത്രിസഭയിലുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ KPCCയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വളരെ വിപുലമായ രീതിയിൽ KPCCയിലും മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും KPCCയുടെ നിർദ്ദേശപ്രകാരം ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനം വളരെ വിപുലമായിട്ട് ആചരിച്ചത്. അതുപോലെ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്നു പോകുന്നുണ്ട്. പിന്നെ അദ്ദേഹം മന്ത്രിസഭയിൽ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് കുറെ കൂടി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി സ്ഥാനം മാറിയാൽ ഉചിതമായിരുന്നു എന്ന് അദ്ദേഹം നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേതൃത്വം ഇടപെട്ട് അതിന് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും. ഒരു ധൃതി പിടിക്കേണ്ട ഒരു കാര്യമില്ല. കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. സംഘടനാപരമായ കാര്യങ്ങളിൽ 2 മാസം നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. മറിച്ച് ചിലതൊക്കെ പറയുന്നത് നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ് പറയുന്നത്. ഞങ്ങളെ വർക്കിന്റെ കാര്യത്തിൽ വലിയ പ്രയാസമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്.